എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 7ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ യൂണിറ്റ് 6 ആണ്. എന്താണ്? തമാശകൾ നിറഞ്ഞ ഒരു യൂണിറ്റ് ആണ് അല്ലേ? തമാശയെ പറ്റി പറയുന്ന ആ ഒരു യൂണിറ്റ് ആണ്. അപ്പം നമ്മൾ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ യൂണിറ്റിൻ്റെ പേരാണ് മൊമെൻറ്റ്സ് ഓഫ് ഹ്യൂമർ. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? തമാശ അല്ലേ? അതിൻ്റെ മൊമെൻറ്റ്സ്, അതിൻ്റെ കുറേ നിമിഷങ്ങൾ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. തമാശ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ തമാശകൾ പറയുന്ന ആൾക്കാരെയൊക്കെ. നമ്മൾ കളിക്കുടുക്കയിലും ബാലരമയിലും ബാലഭൂമിയിലും ഒക്കെ കുറേ തമാശ നിറഞ്ഞ് കുറേ കഥകളൊക്കെ നമ്മൾ വായിക്കാറില്ലേ? അപ്പോൾ തമാശകൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് പുതുതായി കാണുന്ന ആർക്കെങ്കിലും നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ? അതുപോലെ തന്നെ കമൻറ്റുകൾ ഇടുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ഇത് രണ്ടും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. ആദ്യം എന്താ തന്നിരിക്കുന്നത്? സ്റ്റഡി ദി കാർട്ടൂൺ ഗിവൻ ബിലോ. കാർട്ടൂൺ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കാർട്ടൂൺ എന്താണെന്ന് അറിയാം അല്ലേ? അപ്പോൾ താഴെ തന്നിരിക്കുന്ന കാർട്ടൂൺ നോക്കിക്കോളാം. എന്താണ്? ഒരു ടീച്ചർ, ഒരു സ്റ്റുഡൻറ്റ്, രണ്ടുപേരുമുണ്ട്. എവിടെയാ? ക്ലാസ് റൂമിലാണ്. അപ്പോൾ ടീച്ചർ എന്തോ ചോദിക്കുക. എന്താ ചോദിക്കണേ? വൈ ആർ യു ലേറ്റ് അരുൺ? അരുൺ, നീ എന്താ ലേറ്റായേ? ടീച്ചറിൻ്റെ അടുത്ത് എന്താ അരുൺ മറുപടി പറയുന്നത്? ബിക്കോസ് ഓഫ് എ സൈൻ ഡൗൺ ദി റോഡ്. എന്താ? ഒരു സൈൻ കണ്ടു ഞാൻ. എന്തോ ഒന്ന് നമ്മൾ കണ്ടിട്ടില്ലേ പോകുമ്പോൾ ഓരോ സൈനൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ. അപ്പം അങ്ങനെ ഒരു സൈൻ കണ്ടു ഞാൻ. വാട്ട് ഡസ് എ സൈൻ ഹാവ് ടു ഡു വിത്ത് യുവർ ബീയിങ് ലേറ്റ്? നീ ലേറ്റ് ആവുന്നതും ഒരു സൈൻ ബോർഡും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അപ്പം എന്താ പറയണേ? ദ സൈൻ സെഡ്. സൈനിൽ എന്താ പറഞ്ഞത്? സ്കൂൾ അഹെഡ് ഗോ സ്ലോ. സ്കൂൾ അടുത്തുണ്ട്, പെയ്യനെ പോവുക അല്ലെങ്കിൽ പതുക്കെ പോവുക. ഇനി എന്താ? 2-3 ചോദ്യം ഉണ്ടല്ലേ. ഡു യു ലൈക്ക് ദി കാർട്ടൂൺ? വൈ? ഡിസ്കസ്. 3 ചോദ്യം. നിങ്ങൾക്ക് കാർട്ടൂൺ ഇഷ്ടമായോ? ഈ തന്നിരിക്കുന്ന കാർട്ടൂൺ ഇഷ്ടമായോ? ഇഷ്ടമായി അല്ലേ? എന്തുകൊണ്ടാണ് ഇഷ്ടമായത് നിങ്ങൾക്ക്? അത് നല്ല തമാശയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി എന്താണ്? ഡു യു റിമെമ്പർ എനി സച്ച് ഹ്യൂമറസ് അനക്ഡോട്ട്സ് ഫ്രം യുവർ സ്കൂൾ ലൈഫ്? അനക്ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? സംഭവം അല്ലെങ്കിൽ സംഭവിച്ച കഥ, സംഭവ വിവരണം, ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ അനക്ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇതുപോലെ എന്തെങ്കിലും തമാശകളൊക്കെ കുട്ടികൾ ക്ലാസ്സിൽ പറയില്ലേ? അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഡിസ്ക്രൈബ് സം ഓഫ് ദം, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് വിവരിക്കുക. നെയിം സം കാർട്ടൂണിസ്റ്റ്, പോയറ്റ്സ്, റൈറ്റേഴ്സ് ഹു ആർ ഫേമസ് ഫോർ ഹ്യൂമേഴ്സ്. ഇനി ഏതെങ്കിലും കാർട്ടൂണിസ്റ്റ് അല്ലെങ്കിൽ പോയറ്റ്സ്, കവിത എഴുതുന്നവർ, അല്ലെങ്കിൽ റൈറ്റേഴ്സ്, ഇവരുടെയൊക്കെ പേരുണ്ട്. അവരൊക്കെ എന്തിൽ ഫേമസ് ആയിരിക്കണം? ഹ്യൂമേഴ്സ്, തമാശ പറയുന്ന ഹ്യൂമറസ് ആയിട്ടുള്ള ഏതെങ്കിലും കാർട്ടൂണിസ്റ്റിൻ്റെയോ റൈറ്ററുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയറ്റിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാമോ? അങ്ങനത്തെ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിലല്ലേ? നമ്മുടെ പ്രധാനമായിട്ടും പറഞ്ഞൂടെ? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേര് പറഞ്ഞൂടെ? പിന്നെ നമുക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ പേര് പറഞ്ഞൂടെ? അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ. ഇനി കേരള ഈസ് ഹോം ടു മെനി എ ഗ്രേറ്റ് ഹ്യൂമറസ് പോയറ്റ്. നമ്മളുടെ നാട് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഒരുപാട് ഹ്യൂമറസ് ആയിട്ടുള്ള, ഒരുപാട് തമാശ, നർമ്മം കൊണ്ടുവരുന്ന ഒരുപാട് പോയറ്റിൻ്റെ ജന്മനാടാണ് നമ്മളുടെ കേരളം. ലെറ്റ് us റീഡ് അബൌട്ട് വൺ ഓഫ് ദം. അപ്പം അതിനെപ്പറ്റി, അതിൻ്റെ ഒരെണ്ണം നമുക്കൊന്ന് വായിക്കാം. കുഞ്ചൻ നമ്പ്യാർ, ദ ഗ്രേറ്റ് പോയറ്റ് ആൻഡ് സ്റ്റോറി ടെല്ലർ, made literary wit and humor understandable to the common man. ആരുടെ കാര്യം ആദ്യം പറയുന്നേ? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരെ പറ്റി കേട്ടിട്ടില്ലേ? എന്താ? നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ എങ്ങു മാറിക്കിടാശടാ. അത് എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ? കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തോ സംഭവം? ഹനുമാനെ പറ്റി പറയുന്നതാണ്. ഹനുമാൻ വന്ന് കിടക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ വന്ന് നോക്കടാ മാറിക്കിടാശടാ എന്നും പറഞ്ഞ് അത് ആര് പറഞ്ഞ? ഭീമസേനൻ പറയുന്നതായിട്ടാണ്. അതൊക്കെ കുറച്ച് പുരാണമാണ് അല്ലേ? അത് വളരെ നിസ്സാരമായിട്ട് വന്നിങ്ങനെ പറയുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആരെപ്പറ്റി പറയുമ്പോഴാണ്? കുഞ്ചൻ നമ്പ്യാരെ പറ്റി പറയുമ്പോൾ അല്ലേ? കുഞ്ചൻ നമ്പ്യാർ എന്തായിരുന്നു പ്രത്യേകത? അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കുറേ സാമൂഹിക പ്രസക്തിയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളെ വളരെ നർമ്മപ്രദമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കും.
കേൾക്കുന്നവർക്ക് തമാശയായിട്ട് ചിരിച്ചു കളയും, പക്ഷെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും ഇത് ഞങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇത് മനസ്സിലാവേണ്ടവർക്ക് കൃത്യമായി മനസ്സിലാവും, എന്താ ഞങ്ങൾക്കിട്ടൊരു കുത്ത് തന്നതാണ് എന്ന് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ വർക്കുകളെ അദ്ദേഹം അവതരിപ്പിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് കാണിക്കാറുള്ളത്. എന്താണ് അദ്ദേഹത്തിൻ്റെ കലാരീതി? എന്താ? ഓട്ടൻതുള്ളലാണ്. ഓട്ടൻതുള്ളലൊക്കെ അറിയണം, കുഞ്ചൻ നമ്പ്യാർ ഓട്ടൻതുള്ളലാണ്, അത് ഓർക്കുക. അപ്പം നോക്കിക്കൊള്ളുക, കുഞ്ചൻ നമ്പ്യാർ ദി ഗ്രേറ്റ് പോയറ്റ് ആൻഡ് സ്റ്റോറി ടെല്ലർ. കുഞ്ചൻ നമ്പ്യാർ ഒരു വലിയ പോയറ്റാണ്, സ്റ്റോറി ടെല്ലറാണ്. മേഡ് ലിറ്റററി വിറ്റ് ആൻഡ് ഹ്യൂമർ അണ്ടർസ്റ്റാൻഡബിൾ ടു ദി കോമൺ മാൻ. അല്ല, ലിറ്റററി ആയിട്ടുള്ള സാഹിത്യപരമായിട്ടുള്ള തമാശകളും അതുപോലെ തന്നെ മറ്റു നർമ്മങ്ങളും ഒക്കെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കും. ഹിസ് ആർട്ട് ഫോം ഓട്ടൻതുള്ളൽ റിഫ്ലെക്ട്സ് സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അദ്ദേഹത്തിൻ്റെ ആർട്ട് ഫോം, കലാരൂപം ഏതായിരുന്നു? അദ്ദേഹം ഓട്ടൻതുള്ളലായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം എന്തായിരുന്നു ചെയ്തിരുന്നത്? ചാക്യാർകൂത്തിൽ ചാക്യാരോടൊപ്പം ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് ചാക്യാരുടെ ഒരു പരിപാടിയുടെ സമയത്ത് ഇദ്ദേഹം വായിച്ചിരുന്ന മിഴാവ് വായിക്കും. മിഴാവ് എന്ന് പറഞ്ഞൊരു ഒരു ഉപകരണമാണ്. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യും? ഉറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ ചാക്യാർ അദ്ദേഹത്തെ പറഞ്ഞു വിട്ട് കളിയാക്കിയൊക്കെ പറഞ്ഞു വിടും. അതിന് പ്രതികാരമായിട്ട് ഇദ്ദേഹം അദ്ദേഹം സ്വന്തമായി ചിട്ടപ്പെടുത്തി കൊണ്ടുവന്ന ഒരു കലാരൂപമാണ് ഓട്ടൻതുള്ളൽ എന്ന് പറയുന്നത്. അപ്പം ചാക്യാർ കൂത്തിനേക്കാൾ കൂടുതൽ ഫേമസ് ആയി മാറിയത് പിന്നീട് ഓട്ടൻതുള്ളലാണ്. അപ്പോൾ അത് ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലും തനത് ശൈലിയിലും അദ്ദേഹം അവതരിപ്പിച്ചു. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ഈ ഓട്ടൻതുള്ളലിൻ്റെ പ്രത്യേകത എന്തെന്നാ പറയുന്നത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സൊസൈറ്റിയിൽ നടക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, നമ്മൾ പ്രതികരിക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാൻ ഭയക്കുന്ന പല കാര്യങ്ങളും കുഞ്ചൻ നമ്പ്യാർ എന്ത് ചെയ്തു? വളരെ നർമ്മപരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടൻതുള്ളലിലൂടെയൊക്കെ പ്രശസ്തമായ ഒരു കഥാപാത്രം പറയുന്ന രീതിയിലൊക്കെ അദ്ദേഹം അവതരിപ്പിക്കും. അപ്പോൾ നർമ്മമാണ് എങ്കിലും എന്തുണ്ട് അതിൻ്റെ പ്രത്യേകത? ആ പ്രശ്നത്തെ അദ്ദേഹം ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ വർക്കിൻ്റെ പ്രസക്തി. ഇനി നോക്കിയേ, ലെറ്റ് us read an anecdote from his life. അപ്പോൾ അതിൻ്റെ ഒരു വശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യം ഇവിടെ പറയുന്നുണ്ടോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. കുഞ്ചൻ നമ്പ്യാർ വാസ് വെരി പുവർ. കുഞ്ചൻ നമ്പ്യാർ ഒരു ദരിദ്രനാണ്. ഹി യൂസ്ഡ് ടു ഈറ്റ് at an ഊട്ടുപുര മെയിൻറ്റെയിൻഡ് ബൈ ദ കിങ്. കിങ്ങിൻ്റെ രാജാവ് ഊട്ടുപുര നടത്തും അല്ലേ, അവിടെ വന്ന് പാവപ്പെട്ടവർക്കൊക്കെ കഴിച്ചിട്ട് പോകാം. ദോസ് ഇൻ ചാർജ് ഓഫ് ദ ഊട്ടുപുര യൂസ്ഡ് ടു സെർവ് സ്റ്റെയിൽ ഫുഡ്. അപ്പം കുഞ്ചൻ നമ്പ്യാർ ഈ ഊട്ടുപുരയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഈ ഊട്ടുപുരയ്ക്ക് ഇൻചാർജായിട്ട് കുറേ ആൾക്കാരുണ്ട്, ഊട്ടുപുരയുടെ ചാർജ് വഹിക്കുന്നത്. അതായത് അതിൻ്റെ സദ്യാലയത്തിൻ്റെ മൊത്തം മേൽനോട്ടക്കാരായിട്ട് കുറച്ച് പേര് അവിടെ ഉണ്ട്. അവരെന്താ ചെയ്തിരുന്നത്? യൂസ്ഡ് ടു സെർവ് സ്റ്റെയിൽ ഫുഡ്. പഴകിയ ഫുഡാണ്, പഴകിയ ഭക്ഷണമാണ് അവിടെ വിളമ്പിയിരുന്നത്. വൺ ഡേ, ഒരു ദിവസം, ദ കിങ് ആൻഡ് നമ്പ്യാർ വെയർ വാക്കിംഗ് അലോങ് ദി മെയിൻ റോഡ്. അപ്പം കിങ്ങിൻ്റെ കൂടെ ഇങ്ങനെ നമ്പ്യാർ ഇങ്ങനെ മെയിൻ റോഡ് വഴി ഇങ്ങനെ നടന്നു വരുമ്പോൾ ദേ കെയിം അക്രോസ് എ കൗ പാസിംഗ് ലൂസ് ഡൺ. അവരെന്തിനെ കണ്ടു? ഒരു പശുവിനെ കണ്ടു അല്ലേ. പശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവരെ മുമ്പിൽ കൂടെ നടന്നു പോയപ്പോൾ എന്തിട്ട് പോയി? പശു പോകുന്ന വഴിക്ക് ചാണകം ഇട്ട് പോകുമല്ലേ, നല്ല കട്ടിക്കല്ലേ ചാണകം ഇടുക. ഈ പശു എങ്ങനെ ഇട്ടത്? വെള്ളം പോലെ ചാണകം കിട്ടുക ലൂസായിട്ട്. അപ്പോൾ നമ്മുടെ നമ്പ്യാരുടെ മനസ്സിൽ ബുദ്ധി ഉണ്ടാവില്ലേ? എന്താ ചോദിക്കുന്നേ? നമ്പ്യാർ വെൻ നിയർ ദി കൗ ആൻഡ് എൻക്വയർഡ്. അപ്പം തന്നെ പശുവിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എന്താ, ആർ യു ഓൾസോ സെർവ്ഡ് ഫുഡ് ഫ്രം ദ കിങ്സ് ഊട്ടുപുര? നീയും കിങ്ങിൻ്റെ ഊട്ടുപുരയിൽ പോയിട്ടാണോ ഈ ഭക്ഷണമൊക്കെ കഴിക്കണേ? അപ്പോൾ എന്താ, കിങ്ങിൻ്റെ ഊട്ടുപുരയിൽ പോയി ഭക്ഷണം കഴിച്ചാൽ വയർ ചീത്തയാകും ഇല്ലേ, വയറിളക്കം ഉണ്ടാകും, മനുഷ്യന്മാർക്ക് ഉണ്ട് എന്നുള്ള ഒരു സൂചന. ദ കിങ് ഹേർഡ് ദിസ് റിമാർക്ക്. അപ്പോഴേ കിങ് ഇതൊന്ന് നോട്ട് ചെയ്തു. എന്താ അങ്ങനെ പറഞ്ഞേ? ഹി മെയ്ഡ് എൻക്വയറീസ്. അദ്ദേഹം അന്വേഷണം നടത്തി. ആൻഡ് ഗേവ് ഓർഡേഴ്സ്. എന്താ, ഉത്തരവും പുറപ്പെടുവിച്ചു. എന്തിന്? ടു ഡിസ്മിസ് ദി കറപ്റ്റ് ഒഫീഷ്യൽസ്. എന്താ, ഈ കള്ളന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വഞ്ചകരായിട്ടുള്ള നേരെ ജോലി ചെയ്യാത്ത ഈ ഓഫീസേഴ്സിനെയൊക്കെ പിരിച്ചുവിടണം. നെവർ മോർ വാസ് സ്റ്റെയിൽ ഫുഡ് സെർവ്ഡ് അറ്റ് ദി കിങ്സ് ഊട്ടുപുര. അതിനുശേഷം രാജാവിൻ്റെ ഊട്ടുപുരയിൽ ഇതുപോലെ പഴകിയ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇനി കുഞ്ചൻ നമ്പ്യാരെ പറ്റി ഒരു ചോദ്യം. കുഞ്ചൻ നമ്പ്യാരെ ഫോട്ടോയുടെ താഴെ ഒരു ചോദ്യം ഉണ്ട്, നോക്കിയേ. ഡു യു റീഡ് ഫണി ഹ്യൂമറസ് സ്റ്റോറീസ്? നിങ്ങൾ ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ വായിക്കാറുണ്ടോ? നെയിം സം ഓഫ് ദി ക്യാരക്ടേഴ്സ്. അങ്ങനത്തെ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ, എഴുത്തുകാരെ അല്ല, അങ്ങനത്തെ കഥാപാത്രങ്ങൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ നസറുദ്ദീൻ ഹോജ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ പിന്നെ ആരുണ്ട്? തെന്നാലിരാമൻ. തെന്നാലിരാമൻ കഥകളും ഇതുപോലെയാ. എന്താ, വളരെ വിറ്റായിട്ടുള്ള കഥകളാണ്, എന്നാൽ അതിനുള്ളിലൊരു സാരാംശമുണ്ട്.
അപ്പം അങ്ങനെയുള്ള രണ്ടുപേരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആരുടെയെങ്കിലും അറിയാമെങ്കിൽ പറയാം. We have seen how കുഞ്ചൻ നമ്പ്യാർ used his innate sense of humor to solve a crisis. ഒരു പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഒരു സെൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു കഴിവ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇപ്പം ആ ഒരു ഊട്ടുപുരയിലെ പഴകിയ ഭക്ഷണം കഴിക്കുന്ന പരിപാടിയൊക്കെ നിന്നില്ലേ, എങ്ങനെയാണ് അദ്ദേഹം അതിന് പ്രവർത്തിച്ചതെന്ന് മനസ്സിലായില്ലേ? ഡു യു വോണ്ട് ടു നോ മോർ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമർ? ഹ്യൂമറിൻ്റെ ക്വാളിറ്റിയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണോ? നൗ ലെറ്റ് us റീഡ് സംതിങ് അബൌട്ട് ഹ്യൂമർ. എന്നാൽ പിന്നെ ഹ്യൂമറിനെ പറ്റി നിങ്ങൾ കുറേ അങ്ങ് വായിച്ചോ. ഹ്യൂമറിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. വാട്ട് ഈസ് ഹ്യൂമർ? എന്താണ് ഹ്യൂമർ അഥവാ നർമ്മം എന്ന് പറഞ്ഞാൽ? ഹ്യൂമർ ക്യാൻ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് എ ക്വാളിറ്റി ഇൻ സംതിങ് ദാറ്റ് മേക്സ് ഇറ്റ് ഫണി. എന്താ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ? എന്താ സിമ്പിളായിട്ട് നമുക്കതിനൊരു ഡെഫിനിഷൻ പറയാം. ഒരു ക്വാളിറ്റിയാണ്, ഒരാളുടെ ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ ഒരു ഗുണമാണ് ഇൻ സംതിങ് ദാറ്റ് മേക്സ് ഇറ്റ് ഫണ്ണി. ഏതെങ്കിലും ഒരു കാര്യത്തെ ഫണ്ണിയാക്കി മാറ്റാൻ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അതാണ് അവിടെ ഹ്യൂമർ എന്ന് പറയുന്നത്. ഹ്യൂമർ ലീഡ്സ് ടു ലോഫ്റ്റർ ഇല്ലേ? ആ ഒരു തമാശ ഉള്ള രീതിയിൽ ഒരാൾ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ചിരി വരും. അത് നർമ്മം അവസാനം എന്തിലേക്ക് പോകും? ചിരിയിലേക്ക് പോകും. വെൻ ലോഫ്റ്റർ ഈസ് ഷെയർഡ് ഇറ്റ് ബ്രിങ്സ് പീപ്പിൾ ടുഗെദർ. ഇനി ഈ ചിരി എന്ത് ചെയ്യും? നമ്മൾ ഒരാൾ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമോ? നമുക്ക് ചിരി വരില്ലേ? അപ്പോൾ ഈ ലോഫ്റ്റർ എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഒരു തമാശ, നിങ്ങളൊരു തമാശ കേട്ടു, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേറൊരു ഫ്രണ്ടിനോട് പറയില്ലേ? അപ്പോൾ അവനും ചിരിക്കില്ലേ? അങ്ങനെ ഈ ലോഫ്റ്റർ എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് പോകും. And it brings people together and increases happiness and intimacy among them. അല്ലേ? ഷെയർ ചെയ്ത് പോകുമ്പോൾ ആൾക്കാർക്കിടയിൽ സന്തോഷമുണ്ടാക്കും, അതുപോലെ ഭയങ്കരമായ അടുപ്പവും ഇത് ഉണ്ടാക്കും. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് പീപ്പിൾ ഓഫ് ഓൾ ഏജസ് ആൻഡ് കൾച്ചേഴ്സ് ക്യാൻ റെസ്പോണ്ട് ടു ഹ്യൂമർ ഇൻസ്റ്റൻ്റ്ലി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ? ഈ ലോകത്തുള്ള എല്ലാ ഏജിലുള്ള എല്ലാ കൾച്ചറിലുമുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ എന്തിനെ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റും? തമാശയെ ആസ്വദിക്കാൻ പറ്റും അല്ലേ? നമ്മൾ ഒരു തമാശ പറഞ്ഞാൽ എത്ര പ്രായമുള്ളവരാലും ചിരിക്കും അല്ലേ? അതുപോലെ തന്നെ എവിടെ താമസിക്കുന്ന ഏത് രാജ്യത്തുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ ഭാഷയിൽ അതേ തമാശ തന്നെ ആസ്വദിക്കാറില്ലേ? അത് പറ്റും. മോസ്റ്റ് പീപ്പിൾ ആർ ഏബിൾ ടു laugh or smile at something funny are therefore considered to have a sense of humor. Most people are able to laugh or smile at something funny. മിക്കവാറുമുള്ള എല്ലാ ആൾക്കാർക്കും എന്തിനു സാധിക്കുന്നുണ്ട്? ചിരിക്കാൻ അല്ലെങ്കിൽ പുഞ്ചിരിക്കാൻ പറ്റും എന്തെങ്കിലും ഫണി ആയിട്ടുള്ള കാര്യം കേട്ടാൽ. ആൻഡ് ആർ therefore considered to have a sense of humor. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആൾക്കാർ എന്നാണ് പറയുന്നത്. ഹ്യൂമർ ആൻഡ് ലോഫ്റ്റർ ഇറ്റ് ഈസ് said strengthen one's immune system. ഈ ഹ്യൂമറും അതുപോലെ തന്നെ ലോഫ്റ്ററും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, ഒരാളുടെ പ്രതിരോധ ശേഷിയെ എന്ത് ചെയ്യുന്നു? അത് സ്ട്രെങ്തൻ ചെയ്യുന്നു, ബലമുണ്ടാക്കുന്നു. എൻഹാൻസ് വൺസ് എനർജി, ഒരാളുടെ എനർജി അത് എന്ത് ചെയ്യുന്നു? വീണ്ടും കൂട്ടുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊട്ടക്റ്റ് വൺ ഫ്രം ഡാമേജിങ് എഫക്ട്സ് ഓഫ് സ്ട്രെസ് ഇല്ലേ? നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക, എന്ത് ചെയ്യും ടെൻഷൻ അടിച്ച് സ്ട്രെസ് കയറിയാണ് അറ്റാക്ക് വന്ന് ചാവുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു തമാശയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയും. ഇൻഫാക്ട് ഹ്യൂമർ ഈസ് എ പ്രൈസ്ലെസ് മെഡിസിൻ. അതുപോലെ തന്നെ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പണം കൊടുത്ത് വാങ്ങണോ? വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മരുന്നാണ് തമാശ. ദിസ് മെഡിസിൻ ഈസ് ഫ്രീ. ഇത് വളരെ ഫ്രീ ആണ്. ക്വയറ്റ് ഈസി ടു യൂസ്, എളുപ്പമെടുത്ത് ഉപയോഗിക്കാം. ആൻഡ് അവൈലബിൾ എവ്രിവെയർ, എല്ലായിടത്തും ലഭിക്കും. When we crack a joke, it must be remembered that it should not hurt the feelings of anyone. പക്ഷേ നമ്മളൊരു തമാശ, ആരെങ്കിലും കളിയാക്കിയ ഒരു തമാശ പറഞ്ഞ് നമ്മളങ്ങ് ചിരിച്ചു, മറ്റുള്ളവരും ഒക്കെ അങ്ങ് ചിരിച്ചു. പക്ഷെ നമ്മൾ ആരെയാണോ കളിയാക്കിയത് അയാളെ അത് ഹർട്ട് ചെയ്യില്ലേ, അയാളെ അത് വിഷമിപ്പിക്കില്ലേ? അപ്പം അങ്ങനെയുള്ള തമാശകളൊന്നും പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? നമ്മളൊരു തമാശ പൊട്ടിക്കുക, അത് വേറൊരാളെ വിഷമിപ്പിക്കുന്ന തമാശ ആകരുത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഹ്യൂമർ ഈസ് പ്രസൻറ്റ് ഇൻ ദ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് അവർ ലൈഫ്. Even in very serious situations, there can be instances of humor. Here is an example. Read out. എന്ത് തന്നിരിക്കുന്നേ? ഹ്യൂമർ ഈസ് പ്രസൻറ്റ് ഇൻ ദ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസിലും ഒക്കെ എന്ത് കാണാറുണ്ട്? ഹ്യൂമർ കാണാറുണ്ട്. ഈവൻ ഇൻ വെരി സീരിയസ് സിറ്റുവേഷൻസ്,
എന്താ വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും എന്ത് വരാറുണ്ട്, തമാശകൾ വരാറുണ്ട്. നമ്മൾ അവിടെ പോലും നമുക്ക് പലതരത്തിലും തമാശകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. വളരെ സീരിയസ് ആയിട്ട് നമ്മളെ അച്ഛൻ എന്ത് ചെയ്യും, വഴക്കൊക്കെ പറഞ്ഞ് അട്ടിയൊക്കെ തന്ന് ഓടിപ്പോയി കസേര ഇരിക്കുമ്പോഴായിരിക്കും കസേരയും അച്ഛനും കൂടെ മറിഞ്ഞടിച്ച് വരുന്നു. അത് അപ്പോൾ എന്താവും, എല്ലാവർക്കും ഒരു ചിരിയായിരിക്കും അല്ലെ, അച്ഛനായിരിക്കും ആദ്യം ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള കുറേ സിറ്റുവേഷൻസ് നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഓർക്കുക. ഹിയർ ഈസ് എൻ എക്സാമ്പിൾ, റീഡ് ഓൺ. ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഉണ്ടായ കുറേ തമാശ, അങ്ങനെ ഒരു കഥയാണ് ഇവിടെ തരുന്നത്. വായിക്കുക. മൈ ഫിനാൻഷ്യൽ കരിയർ. ഒരാളുടെ ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള അയാളുടെ ഒരു കരിയറിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുക. എഴുതിയിരിക്കുന്നത് സ്റ്റീഫൻ ലീകോക്ക് ആണ്. സ്റ്റീഫൻ ലീകോക്കിൻ്റെ പിക്ചർ തന്നെ ആദ്യം തന്നിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ ഹ്യൂമർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളാണ്. അപ്പം നോക്കിക്കോളുക. സ്റ്റീഫൻ ബട്ട്ലർ ലീകോക്ക് ഈസ് എൻ ഇംഗ്ലീഷ് ബോൺ കനേഡിയൻ ടീച്ചർ, റൈറ്റർ ആൻഡ് ഹ്യൂമറിസ്റ്റ്. അദ്ദേഹം കനേഡിയൻ ടീച്ചറാണ്, ഇംഗ്ലീഷ് ബോൺ ആണ്, കനേഡിയൻ ടീച്ചറാണ്, റൈറ്ററാണ്, അതുപോലെ ഹ്യൂമറിസ്റ്റുമാണ്. ഹീ ഈസ് നോൺ ഫോർ ഹിസ് ലൈറ്റ് ഹ്യൂമർ ആൻഡ് ക്രിറ്റിസിസം ഓഫ് പീപ്പിൾസ് ഫോളീസ്. ആൾക്കാരെ പറ്റിയിട്ടുള്ള അവരുടെ ചെറിയ ചെറിയ ജീവിതത്തിൽ ചെറിയ ചെറിയ അബദ്ധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമറിനാണ് അദ്ദേഹം കൂടുതൽ പ്രസിദ്ധനായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി കുറച്ച് തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് നേരെ തന്നെ പാഠം നോക്കാം. വെൻ ഐ ഗോ ഇൻ ടു എ ബാങ്ക് ഐ ഗെറ്റ് നെർവസ്. എന്താ, ഞാൻ എപ്പോഴെങ്കിലും ബാങ്കിൽ പോയാൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കും. എന്താ, പേടി, എനിക്ക് അങ്ങ് നെർവസ് ആണ് ഞാൻ. ദ ക്ലർക്സ് മേക്ക് മീ നെർവസ്. എന്നെ ആരാ പേടിപ്പിക്കുന്നത്? അവിടെ ഇരിക്കുന്ന ക്ലർക്കുകളാണ് എന്നെ പേടിപ്പിക്കുന്നത്. ദറ്റ് ലിറ്റിൽ വിൻഡോസ് അറ്റ് ദ കൗണ്ടേഴ്സ് മേക്ക് മീ നെർവസ്. എന്താ, ബാങ്കിൽ ചെല്ലുമ്പോൾ ഓരോ കൗണ്ടറിൻ്റെ മുമ്പിൽ കൊച്ചു കൊച്ചു ജനലൊക്കെ ഇല്ലേ, എന്താ ഗ്യാപ്പ്, നമുക്ക് അതിലെ കൂടെ ക്യാഷ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ട് പാസ്ബുക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ ബാങ്കിൽ പോയിട്ടുണ്ടാവും അമ്മയുടെ ഒക്കെ കൂടെ. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിട്ടുള്ളവർക്ക് അറിയാം അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനാണ് ബാങ്കിലുള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ പേടിയാവുന്നത്. ദ സൈറ്റ് ഓഫ് ദ മണി മേക്സ് മീ നെർവസ്. പിന്നെന്താ, പൈസ കാണുമ്പോഴും എനിക്ക് പേടിയാകും. എവറിത്തിങ് മേക്സ് മീ നെർവസ്. എല്ലാം എന്നെ പേടിപ്പിക്കും ബാങ്കിലെ. നെവർത്ത്ലെസ് ഐ ഹാഡ് ടു ഗോ ടു ദ ബാങ്ക്. എന്ത് വന്നിരുന്നാലും എനിക്ക് എങ്ങോട്ട് പോകേണ്ടി വന്നു, ബാങ്കിൽ പോകേണ്ടി വന്നു. ദയർ വാസ് എ ഫെയർ ഇൻക്രീസ് ഇൻ മൈ സാലറി. എൻ്റെ സാലറിയിൽ ഭേദപ്പെട്ടൊരു ഇൻക്രീസ് ഉണ്ടായി, കുറച്ച് കൂടി എൻ്റെ സാലറി. ഐ വോണ്ടഡ് ടു ഡെപ്പോസിറ്റ് ദ മണി വിത്ത് ദ ബാങ്ക്. ഞാൻ എന്ത് തീരുമാനിക്കുക, ആ പൈസ കൊണ്ടുപോയിട്ട് ബാങ്കിലങ്ങിടാം. ഐ ഫെൽറ്റ് ദാറ്റ് ദ ബാങ്ക് വാസ് ഓൺലി പ്ലേസ് ഫോർ ഇറ്റ്. എൻ്റെ ഒരു തോന്നൽ എന്താ, പൈസ സൂക്ഷിക്കാനുള്ള ഒരേ ഒരു സ്ഥലം ഏതാണ്, ബാങ്കാണ്. ഐ വോക്ക്ഡ് ഇൻ വിത്ത് ഡ്രാഗിങ് ഫീറ്റ് ആൻഡ് ലുക്ക്ഡ് ഷൈലി റൗണ്ട് അറ്റ് ദി ക്ലർക്സ്. അപ്പോൾ ഞാൻ എങ്ങോട്ട് പോയി, ബാങ്കിലോട്ട്. നേരെ ചെവേ നടന്ന് സ്റ്റഡി ആയിട്ട് പോയോ? ഇല്ല, വലിഞ്ഞഴഞ്ഞ് കാല് നീങ്ങുന്നില്ല ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും പോയി. എൻ്റെ ലുക്ക്ഡ് ഷൈലി, എല്ലാവരെയും നാണത്തോടെ ഒന്ന് നോക്കി. റൗണ്ട് അറ്റ് ദി ക്ലർക്ക്, എല്ലാ ക്ലർക്കിനെ നോക്കി നാണത്തോടെ നോക്കുക. ഐ ഹാഡ് എൻ ഐഡിയ ദാറ്റ് എ പേഴ്സൺ എബൌട്ട് ടു ഓപ്പൺ ആൻ അക്കൗണ്ട് മസ്റ്റ് കൺസൾട്ട് ദി മാനേജർ. എൻ്റെ ഒരു തോന്നൽ എന്താ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്കിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആരെ കാണണം, മാനേജറെ കാണണം. ഐ വെന്റ് അപ്പ് ടു എ കൗണ്ടർ മാർക്ക്ഡ് അക്കൗണ്ടന്റ്. അക്കൗണ്ടന്റ് എന്ന് എഴുതിയിരുന്ന ആ ഒരു ഭാഗത്തേക്ക് ഞാൻ അങ്ങോട്ട് പോയി. ദി അക്കൗണ്ടന്റ് വാസ് എ ടോൾ കൂൾ ഫെലോ. അക്കൗണ്ടന്റ് നല്ല നീളമുള്ള വളരെ കൂളായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ദ വെരി സൈറ്റ് ഓഫ് ഹിം മേഡ് മീ നെർവസ്. അയാളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. മൈ വോയിസ് വാസ് ഡീപ്പ് ആൻഡ് ഹോളോ. എനിക്ക് സൗണ്ടൊന്നും ഇല്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെയാണ് സംസാരിക്കുന്നത്. ക്യാൻ ഐ സീ ദ മാനേജർ. എനിക്ക് മാനേജറെ ഒന്ന് കാണാൻ പറ്റുമോ? ശബ്ദം കൃത്യമായിട്ടൊന്നും വരുന്നില്ല, വളരെ പതിഞ്ഞ സൗണ്ട് ഇല്ലാതെ ചോദിക്കാം. ഐ സെഡ്. എൻ്റെ ആഡഡ് സോളംലി, എന്നിട്ട് ഗൗരവമായിട്ട് എന്തും കൂടെ പറഞ്ഞു, എലോൺ, ഒറ്റയ്ക്ക് കാണണം. ഐ ഡോണ്ട് നോ വൈ ഐ സെഡ് എലോൺ. എനിക്കറിഞ്ഞൂടാ ഞാൻ എന്തിനാണ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ എലോൺ എന്ന് പറഞ്ഞ് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. സെർട്ടൻലി സെഡ് ദ അക്കൗണ്ടന്റ്. ഉറപ്പായിട്ടും അക്കൗണ്ടന്റ് പറയാം. ദ മാനേജർ വാസ് എ ഗ്രേവ് കാം മാൻ. മാനേജർ എങ്ങനെയുള്ള ആളാണ്, ഭയങ്കര ഗൗരവമായിട്ടുള്ള വളരെ ശാന്തനായിട്ടുള്ള ആളാണ്. ആർ യു ദ മാനേജർ? ഐ ആസ്ഡ്. നിങ്ങളാണോ മാനേജർ? ഞാൻ ചോദിച്ചു. യെസ് ഹീ സെഡ്. അതെ, അദ്ദേഹം പറഞ്ഞു. ക്യാൻ ഐ സീ യു? എനിക്ക് നിങ്ങളെ ഒന്ന് കാണാമോ? ഐ ആസ്ഡ്. ഞാൻ ചോദിച്ചു. എലോൺ, ഒറ്റയ്ക്ക് കാണണം. ഐ ഡിഡൻറ്റ് വോണ്ട് ടു സേ എലോൺ അഗെയിൻ. എനിക്ക് എലോൺ എന്ന് വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ്. പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എലോൺ എന്ന വാക്ക് എൻ്റെ വായിലങ്ങ് വന്നു പോന്ന്. ദ മാനേജർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സം അലാം. അദ്ദേഹം എന്നെ എന്ത് ചെയ്ത് വളരെ പരിഭ്രമത്തോടു കൂടി ഒന്ന് നോക്കി. ഹി ഫെൽറ്റ് ദാറ്റ് ഐ ഹാഡ് എ ടെറിബിൾ സീക്രട്ട് ടു റിവീൽ. അദ്ദേഹത്തിന് എന്ത് തോന്നി, എനിക്കെന്തോ ഭയങ്കര ഗൗരവമായിട്ടുള്ള എന്തോ ഒരു രഹസ്യം പറയാനുണ്ടെന്ന് ആർക്ക് തോന്നി? മാനേജർക്ക് തോന്നി. കം ഇൻ ഹിയർ ഹി സെഡ്.
അകത്തേക്ക് കയറി വരൂ എന്ന് പറഞ്ഞു. ആൻഡ് ലെറ്റ് ദ വേ ടു എ പ്രൈവറ്റ് റൂം. അവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഹി ടേൺ ദ കീ ഇൻ ദ ലോക്ക്. കഥവൊക്കെ അങ്ങ് പൂട്ടി. ഒരു രഹസ്യമായി എന്തോ കാര്യം പറയാൻ വന്നിരിക്കുക, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പം എല്ലാവരും മുമ്പ് വെച്ച് പറയാൻ നോക്കുമോ? അതും എലോൺ എന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് തന്നെ പറയാനും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഒരു മുറിയിൽ കയറ്റി അങ്ങ് പൂട്ടി. വി ആർ സേഫ് ഫ്രം ഇൻറ്ററപ്ഷൻ ഹിയർ. നമുക്കിവിടെ ഒരു ശല്യം, ഒരു തടസ്സം ഒന്നുമില്ല. ഹീ സെഡ് സിറ്റ് ഡൗൺ, നിങ്ങൾ അവിടെ ഇരിക്കൂ എന്ന് പറയുന്നു. വി ബോത്ത് സാറ്റ് ഡൗൺ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു, പരസ്പരം നോക്കി ഇങ്ങനെ ഇരിക്കുക. ഐ ഫൗണ്ട് നോ വോയിസ് ടു സ്പീക്ക്. എനിക്കെന്തോ പറയേണ്ടതെന്നൊന്നും അറിയാൻ വയ്യ. യു ആർ എ ഡിറ്റക്റ്റീവ് ഐ സപ്പോസ്, ഹീ സെഡ്. ഓ, നിങ്ങളൊരു ഡിറ്റക്റ്റീവ് ആണല്ലേ? എന്തോ ഡിറ്റക്റ്റീവ്? രഹസ്യാന്വേഷണം നടത്തുന്ന ഒരാളാണല്ലേ? എനിക്കങ്ങനെ തോന്നുന്നു എന്ന് മാനേജർ പറയുക. ഐ ആം നോട്ട് എ ഡിറ്റക്റ്റീവ് അറ്റ് ഓൾ. ഞാനൊരു ഡിറ്റക്റ്റീവേ അല്ല. ഐ ഹാവ് കം ടു ഓപ്പൺ ആൻ അക്കൗണ്ട്. ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാ? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ്. ഐ ഇൻറ്റൻഡ് ടു കീപ് ഓൾ മൈ മണി ഇൻ ദിസ് ബാങ്ക്. ഞാൻ എന്തിനാ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ എല്ലാ പൈസയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുക. അതിനാണ് ഞാൻ വന്നത്. ദ മാനേജർ ലുക്ക്ഡ് റിലീവ്ഡ്. ഓ, മാനേജർക്ക് ഒരു ആശ്വാസമായി. രഹസ്യാന്വേഷണത്തിന് വന്ന അല്ല ഉദ്യോഗസ്ഥനൊന്നും അല്ല. ബട്ട് സ്റ്റിൽ സീരിയസ്. പക്ഷേ എന്നാൽ അയാൾ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഹീ കൺക്ലൂഡഡ് നൗ ദാറ്റ് ഐ വാസ് എ മില്യനെയർ. എന്നാൽ പിന്നെ നിങ്ങളൊരു കോടീശ്വരനായിരിക്കും അല്ലേ? എനിക്ക് ഇത്രയും പണം ഇടാൻ രഹസ്യമായിട്ടൊക്കെ വന്ന മാനേജറെ കാണുമല്ലയോ? അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒത്തിരി പൈസ ഇടാൻ കാണുമെന്ന് മാനേജർ വിചാരിക്കുക. എ ലാർജ് അക്കൗണ്ട് ഐ സപ്പോസ് ഹീസ്. ഒരു വലിയ തുകയായിരിക്കുമല്ലേ എന്ന് മാനേജർ ചോദിക്കുന്നു. ഫെയർലി ലാർജ്. കുറച്ച് വലിയ തുകയാണ്. ഐ വിസ്പേർഡ്. ഞാനിരുന്ന് മന്ത്രിച്ചു അല്ലെങ്കിൽ പെറുവിർത്തു. ഐ പ്രപ്പോസ് ടു ഡെപ്പോസിറ്റ് $56 നൗ ആൻഡ് $50 എ മന്ത് റെഗുലർലി. എത്ര രൂപ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാനൊരു $56 ഇടും. ഡോളർ അറിയാമല്ലോ, അവിടുത്തെ പൈസയാണ്, അവിടുത്തെ തുകയ്ക്ക് പറയുന്നത് ഡോളർ എന്നാണ്. നമ്മളിവിടെ രൂപ എന്ന് പറയുന്ന പോലെ. എത്ര ഡോളർ ഇടും? $56 ഇടും. $1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 73 രൂപയ്ക്ക് മുകളിൽ വരും, നമ്മുടെ ഇന്ത്യൻ റുപ്പി കേട്ടോ. അപ്പോൾ അന്ന് എത്രയാണെന്ന് അറിയില്ല. ഇപ്പോഴാണെങ്കിൽ $1 കിട്ടിയാൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുചെന്ന് കൊടുത്താൽ 73 രൂപയ്ക്ക് മുകളിൽ തരും. അപ്പോൾ $56 ആണ് ഞാൻ ഇപ്പോൾ ഇടാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ $50 എ മന്ത് റെഗുലർലി. അതുപോലെ എല്ലാ മാസവും ഞാനൊരു $50 വെച്ച് അങ്ങ് ഇടും. ഐ കുഡ് സീ ദ മാനേജർ ട്രൈങ് ടു സപ്രസ് എ ലോഫ്. എന്താണ് മാനേജർ ഇങ്ങനെ ചിരി അടക്കി പിടിക്കാനായിട്ട് വളരെ കഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ കണ്ടു. ഹി ഗോട്ട് അപ്പ് ആൻഡ് ഓപ്പൺ ദ ഡോർ. അദ്ദേഹം എഴുന്നേറ്റ് ഡോർ അങ്ങ് തുറന്നു. ഹി കോൾ ടു ദി അക്കൗണ്ടന്റ്. അക്കൗണ്ടന്റിനെ വിളിച്ചിട്ട് എന്താ പറയണേ? മിസ്റ്റർ മോൺഗോമെറി, ഹി സെഡ് അൺകൈൻഡ്ലി ലൗഡ്. ഉറക്കെ വിളിച്ച് പറയാം. മോൺഗോമെറി ആരാ? അക്കൗണ്ടന്റ് ആണ്. അദ്ദേഹത്തെ വിളിക്കുകയാണ്. ദിസ് ജെന്റിൽമൻ ഈസ് ഓപ്പണിങ് ആൻ അക്കൗണ്ട്. ഈ ജെന്റിൽമൻ വന്നിരിക്കുന്ന ഈ ജെന്റിൽമൻ എന്ത് ചെയ്യാൻ പോവാ? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോവാ. ഹി വിൽ ഡെപ്പോസിറ്റ് $56. അദ്ദേഹം എത്ര ഇടും? $56 ഇടും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയുന്നു. ഓക്കെ, $56 എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു തുകയൊന്നും അല്ല അവിടെ, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇത്ര നിസ്സാരമായൊരു കാര്യത്തിനാണോ ഒരു മാനേജറെ പിടിച്ചൊരു പ്രൈവറ്റ് റൂമിലേക്ക് ഇരുത്തി സീക്രട്ടായിട്ട് പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് ചിരിയും അടക്കാൻ വയ്യ, എന്നാൽ അദ്ദേഹത്തിൻ്റെ സമയവും മെനക്കെടുത്തി അദ്ദേഹം എന്താണ് രോഷമായിട്ട് തന്നെയായിരിക്കും അക്കൗണ്ടന്റിനെ വിളിച്ച് ഇത് പറയുന്നത് അല്ലേ? ഇദ്ദേഹം എന്തൊരു മനുഷ്യനാ എന്നുള്ള ചിന്തയായിരിക്കും. ഐ റോസ്. ഞാൻ എണീച്ചു. ദ മാനേജർ ഷോഡ് മീ ദ വേ ടു ദ അക്കൗണ്ടന്റ്. ഇതിൽ കാണുന്ന വഴി കൂടെ അക്കൗണ്ട് എടുത്ത് പൊയ്ക്കോ എന്ന് മാനേജർ വഴി കാണിച്ചു. ഐ വെന്റ് അപ്പ് ടു ദി അക്കൗണ്ടന്റ്സ് കൗണ്ടർ ആൻഡ് പുഷ്ഡ് ദ മണി അറ്റ് ഹിം വിത്ത് എ സഡൻ ക്വിക്ക് മൂവ്മെന്റ് ആസ് ഇഫ് ഐ വെർ ഡൂയിങ് എ കൺജറിങ് ട്രിക്ക്. എന്താണ്? ഐ വെന്റ് അപ്പ് ടു ദി അക്കൗണ്ടന്റ്സ് കൗണ്ടർ. ഞാൻ അക്കൗണ്ടന്റിന്റെ കൗണ്ടറിലേക്ക് അങ്ങ് പോയി. ആൻഡ് പുഷ് ദ മണി. പൈസ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു. അറ്റ് ഹിം വിത്ത് എ സഡൻ ക്വിക്ക് മൂവ്മെന്റ്. പെട്ടെന്ന് ഇങ്ങനെ ചാടി എടുത്ത് ഇങ്ങനെ കൊടുക്കില്ലേ? ആസ് ഇഫ് ഐ വെർ ഡൂയിങ് എ കൺജറിങ് ട്രിക്ക്. നമ്മളൊരു ഇന്ദ്രജാലം കൺകെട്ടിലൂടെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൈസ എടുക്കുന്നതൊക്കെ പറയില്ലേ? അതുപോലെ ഒരു കൺകെട്ട് കാണിക്കുന്നത് പോലെ അല്ലെ എന്തോ മാജിക് കാണിക്കുന്നതൊക്കെ പെട്ടെന്ന് എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. മൈ ഫേസ് വാസ് പെയിൽ ആസ് ഡെത്ത്. എന്താണ്? ഞാൻ ആകെ മരിച്ചതാണ്. കൈ വെളുത്തിങ്ങനെ ഇരിക്കുക. ഹിയർ ഐ സെഡ് ഡെപ്പോസിറ്റ് ഇറ്റ്. ഇന്നാ പിടിച്ചോ, ഡെപ്പോസിറ്റ് ചെയ്തോ. ദ ടോൺ ഓഫ് ദ വേർഡ് സീം ടു മീൻ ലെറ്റ് us ഡു ദിസ് പെയിൻഫുൾ തിങ്. എന്താ? എന്നാ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തോ ഒരു വേദനാജനകമായ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഹി ടുക്ക് ദ മണി ആൻഡ് ഗേവ് ഇറ്റ് ടു അനദർ ക്ലർക്ക്. അദ്ദേഹം ആ പൈസ വാങ്ങി വേറൊരു ക്ലർക്കിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഹി മെയ്ഡ് മീ റൈറ്റ് ദ സം ഓൺ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് സൈൻ മൈ നെയിം ഇൻ എ ബുക്ക്. അദ്ദേഹം എന്ത് ചെയ്തു? ഹി മെയ്ഡ് മീ റൈറ്റ് ദ സം ഓൺ എ പീസ് ഓഫ് പേപ്പർ. ഒരു പേപ്പറിനകത്ത് ഞാൻ എത്ര തുകയാണ് അടയ്ക്കുന്നത് എന്ന് എഴുതിച്ചു. ആൻഡ് സൈൻ മൈ നെയിം ഇൻ എ ബുക്ക്. ഒരു ബുക്കിൽ എൻ്റെ ഒപ്പും ഇടിച്ചു. ഐ നോ ലോങ്ങർ ന്യൂ വാട്ട് ഐ വാസ് ഡൂയിങ്. ഞാൻ എന്തോ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു.
ദ ബാങ്ക് വാസ് ഗോയിങ് റൗണ്ട് ആൻഡ് റൗണ്ട് ബിഫോർ മൈ ഐസ്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ബാങ്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്താ പേടിയും ടെൻഷൻ എന്താ വേണമെന്ന് അറിയത്തില്ല. ഈസ് ഇറ്റ് ഡെപ്പോസിറ്റഡ്? ഐ ആസ് നെർവസ്ലി. ഞാനൊന്ന് പരിഭ്രമത്തോടെ ചോദിച്ചു, പൈസ ഡെപ്പോസിറ്റ് ചെയ്തോ? ഇറ്റ് ഈസ് സെഡ് ദ അക്കൗണ്ടന്റ്. അദ്ദേഹം പറഞ്ഞു. ദെൻ ഐ വോണ്ട് ടു ഡ്രോ എ ചെക്ക്. എങ്കിൽ പിന്നെ എനിക്ക് ചെക്ക് വേണം. ഐ വോണ്ട് ടു ഗെറ്റ് ബാക്ക് സം മണി. കുറച്ച് പൈസ എനിക്ക് വേണം. എന്നാൽ പിന്നെ അതെടുത്തിട്ട് കിട്ടാൻ പോരായിരുന്നോ? അപ്പം എന്താ പറയുന്നത്? ഇട്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്ത് ചെക്കിഞ്ഞ് വന്നാൽ ഞാൻ കുറച്ച് പൈസ ഇങ്ങോട്ട് എടുക്കട്ടെ. മൈ ഐഡിയ വാസ് ടു ഡ്രോ ഔട്ട് $6 ഔട്ട് ഓഫ് ഇറ്റ്. എൻ്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 56 ഇട്ടില്ലയോ, എല്ലാ മാസവും 50 ഇടാനല്ലേ ഉദ്ദേശിച്ചിരുന്നത്. ഈ മാസം ഞാൻ 56 ഇട്ടില്ലയോ, അതിലെ 6 എടുത്തിട്ട് 50 അവിടെ ഇട്ടേക്കാം, 6 തൽക്കാലം എടുക്കാം എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. മൈ ഐഡിയ വാസ് ടു ഡ്രോ ഔട്ട് $6 ഓഫ് ഇറ്റ് ഫോർ പ്രസൻറ്റ് യൂസ്. ഇപ്പം തൽക്കാലം എനിക്ക് അത്യാവശ്യം ഉപയോഗത്തിന് പൈസ വേണ്ടേ, അതുകൊണ്ട് $6 എടുക്കാം, 50 ഇട്ടേക്കാം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. സംവൺ ഗേവ് മീ എ ചെക്ക് ബുക്ക് ത്രൂ എ ലിറ്റിൽ വിൻഡോ. ആരോ ഒരു കൊച്ചു വിൻഡോ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലർക്കൊക്കെ ഇരിക്കില്ലേ, അവിടുത്തെ അതിൽ കൂടെ ഗ്യാപ്പിലൂടെ എനിക്ക് ആരോ ഒരു ചെക്ക് ബുക്ക് തന്നു, ഒരു ചെക്ക് എൻ്റെ കയ്യിലേക്ക് തന്നു. ത്രൂ എ ലിറ്റിൽ വിൻഡോ ആൻഡ് സംവൺ എൽസ് ബിഗാൻ ടെല്ലിങ് മീ ഹൗ ടു റൈറ്റ് ഇറ്റ് ഔട്ട്. ഒരാൾ ചെക്ക് തന്നു, വേറൊരാൾ അത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ദ പീപ്പിൾ ഇൻ ദ ബാങ്ക് തോട്ട് ദാറ്റ് ഐ വാസ് എ മില്യണയർ. ബാങ്കിലിരിക്കുന്നവരൊക്കെ ചിന്ത എന്തുവാ, ഞാനൊരു കോടീശ്വരനാണ്. ഹു ഹാഡ് സംതിങ് റോങ് വിത്ത് ഹിം. എനിക്കെന്തോ കുഴപ്പമുണ്ട് അല്ലേ, ബുദ്ധിമാനായ കോടീശ്വരനല്ലേ, എന്തോ ചെറിയ പ്രശ്നമുള്ളൊരു മിസ്സിങ് ഉള്ളൊരു കോടീശ്വരനാണ്, എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് അവിടെ ഇരിക്കുന്നവരൊക്കെ ഒരു ചിന്ത. ഐ റോട്ട് സംതിങ് ഓൺ ദ ചെക്ക്. ഞാനവിടെ എന്ത് എഴുതി, എന്തൊക്കെയോ ചെക്കിൻ്റെ മേളിൽ അങ്ങ് എഴുതി. ആൻഡ് ത്രസ്റ്റ് ഇറ്റ് ഇൻ അറ്റ് ദ ക്ലർക്ക്. എന്നിട്ട് പെട്ടെന്ന് ക്ലർക്കിൻ്റെ കയ്യിലൂടെ ഞാൻ കൊടുത്തു. ഹീ ലുക്ഡ് അറ്റ് ഇറ്റ്. അയാൾ അതിലേക്ക് നോക്കിയിട്ട് എന്ത് ചോദിക്കുന്നത്, വാട്ട്, എന്ത്, ആർ യു ഡ്രോയിങ് ഇറ്റ് ഓൾ ഔട്ട് അഗെയിൻ? നിങ്ങൾ 8 പൈസ മൊത്തം നിങ്ങൾ തിരിച്ചെടുക്കുവാണോ എന്ന് ചോദിച്ചു. ഹി ആസ്ക്ഡ് ഇൻ സർപ്രൈസ്. അവൻ അത്ഭുതം. ദെൻ ഐ റിയലൈസ്ഡ് ദാറ്റ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഐ ഹാഡ് റിട്ടൺ 56 ഇൻസ്റ്റെഡ് ഓഫ് 6. ഞാൻ എന്തുവാ എഴുതിയേ, ആ 56ൽ 50 അവിടെ ഇട്ടിട്ട് 6 അല്ലയോ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നേ, ഞാൻ എത്ര എഴുതി, 56 തന്നെ എഴുതി. ആകെ 56 ഇട്ടു, തിരിച്ച് 56 എടുക്കാനായിട്ട് അങ്ങ് എഴുതി അങ്ങ് വെച്ചു. ദ എൻറ്റയർ മണി ഐ ഡെപ്പോസിറ്റഡ്. അതായത് ഞാൻ ഫിക്സഡ് ഇട്ട മൊത്തവും പൈസയും തിരിച്ചെടുക്കാനാണ് ഞാൻ എഴുതിയത്. 6ന് പകരം 56 എന്നങ്ങ് എഴുതിപ്പോയി. ഐ ഫെൽറ്റ് ദാറ്റ് ഐ വാസ് ഡൂയിങ് സംതിങ് അൺറീസണബിൾ. ഞാൻ എന്തോ ന്യായമില്ലാത്തൊരു കാര്യമാണല്ലോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. ഓൾ ദ ക്ലർക്സ് ഹാഡ് സ്റ്റോപ്ഡ് റൈറ്റിംഗ് ടു ലുക്ക് അറ്റ് മീ. ക്ലർക്കുകളൊക്കെ അവിടെ എഴുതിക്കൊണ്ടിരുന്നവരെല്ലാം എഴുത്തൊക്കെ നിർത്തി എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. യെസ്, ദ ഹോൾ തിങ്. ഇനി തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറാണോ? അല്ല. ഞാൻ എഴുതി തെറ്റിപ്പോയാന്ന് പറയാനുള്ള ഒരു മനസ്സിന് ആ ഒരു തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം എല്ലാം വിഡ്രോ ചെയ്യുവാണോ? തന്നെ ഞാൻ എല്ലാം വിഡ്രോ ചെയ്യുക. യു വിഡ്രോ ഓൾ യുവർ മണി ഫ്രം ദ ബാങ്ക്. ഈ ബാങ്ക് കിട്ടുന്ന പൈസ മൊത്തം എടുക്കുവാണോ? യെസ്, എവറി സെന്റ് ഓഫ് ഇറ്റ്. മൊത്തം ഞാനങ്ങ് എടുക്കുക. ആർ യു നോട്ട് ഗോയിങ് ടു ഡെപ്പോസിറ്റ് എനിമോർ? അപ്പം നിങ്ങൾ ഇനി ബാങ്കിലൊന്നും ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലേ? ആസ് ദ ക്ലർക്ക് അസ്റ്റോണിഷ്ഡ്. ക്ലർക്കിന് അത്ഭുതമായി. നിങ്ങൾ പൈസ ഒന്നും അപ്പോൾ ഇനി ഇടുന്നില്ലേ, എല്ലാം എടുക്കുവാണോ എന്ന് ചോദിക്കുന്നു. നെവർ, ഇനി ഇടത്തില്ല, ഞാൻ ബാങ്കിൽ പൈസ ഇനി ഇടില്ല. ഐ ഹാഡ് നോ എക്സ്പ്ലനേഷൻ ഫോർ മൈ ഫൂളിഷ് ബിഹേവിയർ. ഞാൻ കാണിച്ച മണ്ടത്തരല്ലയോ, എൻ്റെ ആ മണ്ടത്തരത്തിന് എനിക്ക് വല്ല എക്സ്പ്ലനേഷനും ഉണ്ടോ? എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ സാറേ എന്നൊക്കെ പറഞ്ഞ് കുളവാക്കണ്ടെന്ന് കരുതി ഞാൻ ചെയ്തതാണ് ശരി എന്നുള്ള വാദം അങ്ങനെ പറയുക. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു ഐ ആക്റ്റഡ് ലൈക്ക് എ മാൻ വിത്ത് എ ഫിയർഫുള്ളി ക്വിക്ക് ടെമ്പർ. എനിക്കൊന്നും ചെയ്യാനില്ല, അവരെ മുമ്പിൽ മണ്ടനാവുന്നതിനേക്കാൾ നല്ലത് ഞാൻ എന്ത് തീരുമാനിച്ചു, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ, ഭയങ്കരമായി ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് ദേഷിച്ച് നിന്നു. ഇനി എനിക്ക് പൈസ ഒന്നും വേണ്ട, എൻ്റെ പൈസ എല്ലാം ഇനി തന്നേരെ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ അങ്ങ് നിന്നു. ദി ക്ലർക്ക് ഗേവ് ദ മണി ടു മീ ആൻഡ് ഐ റഷ്ഡ് ഔട്ട്. ക്ലർക്ക് എനിക്ക് അപ്പോഴേ എൻ്റെ പൈസ തന്നു, ഞാൻ അപ്പോഴേ ഇറങ്ങി അങ്ങ് പോയി അവിടെ നിന്ന്. As the big door swung behind me, I could hear the echo of a roar of laughter that went up to the ceiling of the bank. എന്താ, ഞാൻ ഇറങ്ങി കഥ കടയുന്നു. ആ സമയത്ത് എനിക്ക് എന്ത് കേൾക്കാം, ബാങ്കിനകത്ത് ഭയങ്കരമായ ഒരു ചിരിയുടെ അല അടിക്കുന്നു. അതിനകത്ത് അങ്ങനെ അത് മുഴങ്ങുന്നത് എനിക്കിങ്ങനെ കേൾക്കാം. സിൻസ് ദെൻ, അന്ന് തൊട്ട് ഐ ബാങ്ക് നോ മോർ. ഞാൻ ബാങ്കിൽ പൈസ ഇട്ടിട്ടില്ല. ഐ കീപ് മൈ മണി ഇൻ ക്യാഷ് ഇൻ മൈ ട്രൗസേഴ്സ്. ഞാൻ എൻ്റെ പൈസ ക്യാഷ് ആണെങ്കിൽ ഞാൻ എവിടെ ഇടും, എൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിലിടും. ആൻഡ് മൈ സേവിങ്സ് ഇൻ $silver ഇൻ എ സോക്ക്. എന്താണ്, ഒരു സോക്കിനകത്ത് $silver എല്ലാം കൂടെ ഞാൻ അതിനകത്തിട്ട് വെക്കും. അല്ല, എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ എങ്ങോട്ട് പോയിട്ടില്ല, ബാങ്കിലേക്ക് പോയിട്ടില്ല. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. എന്താ, അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് പറ്റിയ കുറേ അബദ്ധങ്ങൾ, അത് അയാൾ തോക്കാൻ തയ്യാറായോ? അയാൾ തല കുനിച്ചോ? ഇല്ല. അയാൾ എന്താ തീരുമാനിച്ചേ,
എന്ത് വന്നാലും എൻ്റെ ടെൻഷനൊന്നും ആരെയും കാണിക്കത്തില്ല, ഞാനൊരു ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതൊക്കെ ശരി എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുക, അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി അങ്ങ് പോവാം. പിന്നെ ഇന്ന് വരെ ബാങ്കിൽ പോയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് നിൽക്കുമ്പോൾ പേടിയാ, മനസ്സിലായില്ല? അത് എൻ്റെ ഒരു തമാശയല്ലേ? ബാങ്കിൽ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ പൈസ സൂക്ഷിക്കാനും നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനും അല്ലേ അവിടെ ഉള്ളവരിയ്ക്കുന്നത്. അപ്പോൾ അവരെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അവിടെ ചെന്ന് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? വളരെ സുരക്ഷിതമായ ഒരു മാർഗ്ഗമാണ് നമുക്ക് പണം സൂക്ഷിക്കാൻ, അല്ലേ? നമ്മുടെ കൈ സൂക്ഷിക്കുന്നതിനേക്കാളും സേഫാണ്. ഒരു വലിയ തുക ഉണ്ടെങ്കിൽ ബാങ്കിൽ തന്നെ എല്ലാവരും കൊണ്ടിടും. അതുപോലെ സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ കൊണ്ട് സൂക്ഷിച്ചൂടെ, ലോക്കറിൽ സൂക്ഷിച്ചൂടെ? അതല്ലേ കൂടുതൽ നമുക്ക് സേഫ്. അപ്പോൾ ഈ ഒരു സംഭവം വളരെ നർമ്മത്തിൽ ചാലിച്ചാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത് നന്നായിട്ട് വായിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കഥയാണ്, വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. നന്നായിട്ട് വായിക്കുക. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജൂൺ 1 തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ 8th-ലാണ്. അപ്പോൾ 8th-ലെ എല്ലാ ചാപ്റ്റേഴ്സും, ഇംഗ്ലീഷിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 8th സ്റ്റാൻഡേർഡിന് സോഷ്യലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 3ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും ഒക്കെ ഈ ക്ലാസ്സുകളിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും നമ്മൾ വീഡിയോസ് അയച്ചു കൊടുക്കണം. അതുപോലെ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണം. എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയണം. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണം. അതുപോലെ അവരുടെ കമൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാനും പറയണം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നന്നായിട്ട് പഠിക്കുകയും കൂടെ വേണം കേട്ടോ. നന്നായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.